ബീഹാറിൽ നവംബർ 6-നാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന എന്ന പരിപാടി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതായത് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് നവംബർ 4-ന് സുപ്രീം കോടതി തീവ്ര പരിശോധന സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. നവംബർ 6-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് പട്ടിക ഇപ്പോഴും ഫൈനലായിട്ടില്ല എന്ന് സാരം. ഇങ്ങനെ മുൾമുനയിൽ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. കഴിഞ്ഞ ജൂൺ അവസാനം വരെ ബീഹാറിൽ 7,89,00,000 വോട്ടർമാരുണ്ടായിരുന്നു. അതിൽ നിന്ന് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ പുറത്തായത് 65 ലക്ഷം വോട്ടർമാരാണ്. അങ്ങനെ ആകെ വോട്ടർമാരുടെ എണ്ണം 7,24,00,000 തുടർന്ന് 3 മാസങ്ങൾക്കിടെ 65 ലക്ഷം കൂടാതെ 3,66,000 പേരെ കൂടി നീക്കം ചെയ്തു. അങ്ങനെ ആകെ നീക്കം ചെയ്തവരുടെ എണ്ണം 68,66,000 21,53,000 പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. അങ്ങനെ ആകെ വോട്ടർമാരുടെ എണ്ണം 7,40,00,000. നേരത്തെ ഒഴിവാക്കിയവരിൽ എത്ര പേർ തങ്ങളുടെ വോട്ട് നീക്കിയ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അവരിൽ എത്ര പേർ വീണ്ടും വോട്ട് ചേർത്തു എന്നൊന്നും വ്യക്തമല്ല. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം വെട്ടിനീക്കിയവരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ മണ്ഡലം, ബൂത്ത് എന്നിവയൊന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. പുതുതായി ചേർത്ത വോട്ടർമാരിൽ നേരത്തെ ഒഴിവാക്കപ്പെട്ടവരുണ്ടോ എന്നും അറിയില്ല. ഇത്രയും സുതാര്യതയില്ലാതെയും പുകമറയ്ക്കുള്ളിലുമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന മാധ്യമ സ്ഥാപനം നടത്തിയ അന്വേഷണത്തിൽ അന്തിമ പട്ടികയിലുള്ള 14 ലക്ഷം വോട്ടുകളെങ്കിലും ഇരട്ട വോട്ടുകളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വ്യത്യസ്ത വോട്ടർ ഐ ഡികളിൽ ഒരേ പേരും വിലാസവും ഉള്ളവരുടെ കണക്കാണിത്. 10,000-കണക്കിന് ആളുകൾക്ക് 3 എപ്പിക് നമ്പറുകൾ ഉള്ളതായും അവർ കണ്ടെത്തി. 1.5 കോടി വോട്ടർമാരുടെ വിലാസം തന്നെ ദുരൂഹമാണ്. വ്യത്യസ്ത ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ ഒരേ വിലാസത്തിൽ വോട്ടർമാരായി പട്ടികയിൽ പ്രത്യക്ഷപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീടില്ലാത്തവരെന്ന് പറഞ്ഞ് 0 വീട്ടു നമ്പർ നൽകിയവരുടെ കണക്ക് വേറെ. പിപ്ര എന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നാനാജാതി മതസ്ഥരായ 505 പേരാണ് ഒറ്റ വിലാസത്തിൽ വോട്ടർമാരായുള്ളത്. 505 പേർ വ്യാജവിലാസത്തിൽ വോട്ടർമാരാവുന്നത് എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും വിശദീകരിച്ചിട്ടില്ല. മതസ്ഥാപനങ്ങളിലോ മഠങ്ങളിലോ ഉള്ളവരാണ് വോട്ടർമാരെങ്കിൽ അവരിൽ ഒരേ മതത്തിലുള്ളവരാണ് ഉണ്ടാവുക. UP അതിർത്തിയിലുള്ള വെസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ 2010-ൽ നിലവിൽ വന്ന മണ്ഡലമാണ് വാൽമീകി നഗർ. അന്നു മുതൽ JDU മാത്രം വിജയിച്ച മണ്ഡലമാണിത്. ആ മണ്ഡലത്തിൽ പുതുതായി ചേർത്ത 5,000 വോട്ടർമാർക്ക് UP-യിലും വോട്ടുണ്ട് എന്ന് കണ്ടെത്തി. UP-യിലെ വോട്ടർ പട്ടികയിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതല്ല ഇത്. പ്രായത്തിലോ പേരിൻ്റെ സ്പെല്ലിങ്ങിലോ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്ത എപ്പിക് നമ്പറുകൾ. പക്ഷേ ഫോട്ടോ ഒരാളുടെ തന്നെയാണ്. പിപ്ര, ബഗാഹ, മോത്തിഹാരി എന്നീ 3 അസംബ്ലി മണ്ഡലങ്ങളിൽ വ്യാജവിലാസത്തിലുള്ളത് 80,000-ലേറെ വോട്ടർമാരാണ്. പിപ്രയിൽ ഒറ്റ വീട്ടുവിലാസത്തിൽ 509 വോട്ടർമാരെ ചേർത്ത് വീട് അന്വേഷിച്ചു ചെന്നപ്പോൾ അങ്ങനെ ഒരു വീടേ ആ ഗ്രാമത്തിലില്ല എന്ന് കണ്ടെത്തി. 495 വോട്ടർമാരുള്ള മറ്റൊരു വീടും അന്വേഷിച്ചു ചെന്നപ്പോൾ അങ്ങനെ ഒരു വീട് അവിടെ ഇല്ല. 3,500-ഓളം വിലാസങ്ങളിൽ 20-ലധികം വോട്ടർമാരുള്ളത് പിപ്ര സീറ്റിലാണ്. ഈ സീറ്റിൽ കഴിഞ്ഞ 2 വട്ടമായി BJP സ്ഥാനാർത്ഥി ജയിച്ചത് 5,000 വോട്ടിനും 8,000 വോട്ടിനും മാത്രമാണ്. ഈ 3 അസംബ്ലി മണ്ഡലങ്ങളിലെ മൊത്തം വോട്ടർമാരിൽ 8% പേരും ഇല്ലാത്ത മേൽവിലാസത്തിലാണ്. മോത്തിഹാരിയിൽ കഴിഞ്ഞ 25 വർഷമായി BJP മാത്രമാണ് വിജയിക്കുന്നത്. കരട് വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയ ക്രമക്കേടുകൾ അന്തിമ വോട്ടർ പട്ടികയിൽ തിരുത്തിയിട്ടില്ലെന്നും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചു. അതുവരെ ബഹളം വച്ചിരുന്ന പ്രതിപക്ഷ കക്ഷികൾ സീറ്റ് തർക്കത്തിലേക്കും പ്രചാരണത്തിലേക്കും തിരിഞ്ഞു. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് കേസ് കേൾക്കുന്ന കോടതിക്ക് ഇനി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകും എന്ന് കണ്ടറിയണം. ഇതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം. വോട്ട് ചോരി എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയ ശേഷവും തെളിവുകൾ പുറത്തുവിട്ട ശേഷവും ബീഹാറിൽ നടക്കുന്നത് ഇതൊക്കെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുതന്നെയാണോ ബീഹാറിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇത്രയും വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്ന് പ്രവചിക്കാൻ നിങ്ങൾക്കാവും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിച്ചാൽ അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. UP-യിലെ മുറാദാബാദ് ജില്ലയിലെ ഒരു അസംബ്ലി മണ്ഡലമാണ് കുന്ദർക്കി. 60%-ലധികം മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലം. ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒഴികെ ഒരിക്കൽ പോലും BJP അവിടെ ജയിച്ചിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുന്ദർക്കിയിലെ സമാജ്വാദി MLA ആയ സിയാവുർ റഹ്മാൻ ബർഖ് സംഭാൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച MP ആയി. 2024 സെപ്റ്റംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മുമ്പ് 2 വട്ടം MLA ആയ റിസ്വാൻ ഖാൻ ആയിരുന്നു. റിസ്വാൻ ഖാൻ തന്നെ 2017-ൽ 40,000-ലധികം ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച BJP-യുടെ രാംവീർ സിംഗ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏവരെയും ഞെട്ടിച്ച് ജയിച്ചു കയറി. ഭൂരിപക്ഷം 1,40,40,000. 2022-ലെ തെരഞ്ഞെടുപ്പിൽ വെറും 30% വോട്ടുണ്ടായിരുന്ന രാംവീർ സിംഗിന് ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 77% വോട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 44.6% വോട്ട് ലഭിച്ച സമാജ്വാദി പാർട്ടിക്ക്
ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് വെറും 11.4% വോട്ട് മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടർമാർ ഭൂരിപക്ഷമുള്ള ബൂത്തുകളിൽ BJP ഇവിടെ പിന്നിലായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ 85% മുസ്ലിം വോട്ടർമാരുള്ള ബൂത്തുകളിൽ പോലും BJP സ്ഥാനാർത്ഥിക്ക് 70%-ലധികം വോട്ട് ലഭിച്ചു. ഈ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബീഹാറിലേതുപോലെ കൂട്ട വോട്ടുവെട്ടൽ ഇവിടെ നടന്നുവെന്ന് പരാതിയുണ്ടായിരുന്നു. വോട്ട് ചെയ്യാനെത്തിയവരെ പോലീസ് വിരട്ടി ഓടിച്ചുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് മുസ്ലിം ഗലികളിലെത്തിയ ആളുകളുടെ ആധാർ കാർഡുകൾ ഉദ്യോഗസ്ഥർ തന്നെ പിടിച്ചു വാങ്ങിയെന്നും പരാതിയുണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് 6 മാസം കൊണ്ട് അത്ഭുതകരമായി BJP ഇവിടെ ജയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞുവെന്നും കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ലീഡ് ചെയ്ത ബൂത്തുകളിൽ ഉപതെരഞ്ഞെടുപ്പിൽ 80%-ന് മുകളിലായിരുന്നു പോളിംഗ് ശതമാനം. സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്തവയിൽ പോളിംഗ് ശതമാനം കുത്തനെ ഇടിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 67.6% ഈ അസംബ്ലി മണ്ഡലത്തിലെ പോളിംഗ് എങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് 57%-ആയി കുറഞ്ഞു. മണ്ഡലത്തിലെ ഹാമിർപൂർ എന്ന ഗ്രാമത്തിൽ മുസ്ലിം വോട്ടർമാരെ പോലീസ് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്ന് പരാതിയുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമത്തിലെ പോളിംഗ് ശതമാനം 70 ആയിരുന്നുവെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് കേവലം 18.5%-ആയി കുറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ നിന്ന് നേടിയത് കേവലം 17.6% വോട്ടാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് 84.1%. എല്ലാ കണ്ണുകളും തുറന്നിരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് പ്രവർത്തകരും ബൂത്ത് ഏജന്റുമാരുമുള്ള തുടർച്ചയായി അവർ ജയിച്ചു വരുന്ന UPയിലെ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമുള്ള ബീഹാറിലെ അസംബ്ലി മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നറിയാൻ നവംബർ 14 വരെയൊന്നും കാത്തിരിക്കണം.